ബയോളജി വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് ഫിഷ് ക്വാറൻറ്റൈൻ എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇത് കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഫിഷ് ക്വാറൻറ്റൈൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ എന്താണ് ക്വാറൻറ്റൈൻ, വാട്ട് ഈസ് ക്വാറൻറ്റൈൻ എന്ന് നോക്കാം. ക്വാറൻറ്റൈൻ മീൻസ് മെയിൻറ്റെയിനിങ് എ ഗ്രൂപ്പ് ഓഫ് അക്വാട്ടിക് അനിമൽസ് ഇൻ ഐസൊലേഷൻ വിത്ത് നോ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് കോൺടാക്ട് വിത്ത് അതർ അക്വാട്ടിക് അനിമൽസ് ഇൻ ഓർഡർ ടു അണ്ടർഗോ ഒബ്സർവേഷൻ ഫോർ എ സ്പെസിഫൈഡ് ലെങ്ത് ഓഫ് ടൈം. അതായത് ഇപ്പോൾ നമ്മൾ ഈ കൊറോണ വന്നിട്ട് ക്വാറൻറ്റൈൻ ഇരിക്കത്തില്ലേ, അതുപോലെ തന്നെയാണ് അക്വാട്ടിക് അനിമൽസിൻ്റെ കേസിലും ക്വാറൻറ്റൈൻ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഐസൊലേഷനാണ്, അക്വാട്ടിക് അനിമൽസിൻ്റെ ഐസൊലേഷനാണ്. അതായത് മറ്റ് അക്വാട്ടിക് അനിമൽസുമായിട്ട് ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിട്ടുള്ള കോൺടാക്റ്റ് ഇല്ലാതെ ഐസൊലേറ്റ് ചെയ്ത് വെക്കുക. എന്താണ് അവരുടെ ഒരു ഒബ്സർവേഷൻ പീരീഡ്, ഒരു സ്പെസിഫൈഡ് ലെങ്ത് ഓഫ് ടൈം കാണും. അത് കഴിയുന്നവരെ ഇങ്ങനെ അനിമൽസിനെ ഐസൊലേഷനിൽ വെക്കുന്നതിനാണ് നമ്മൾ ക്വാറൻറ്റൈൻ എന്ന് പറയുന്നത്. ദ പ്രൈമറി പർപ്പസ് ഓഫ് ക്വാറൻറ്റൈൻ ഈസ് ടു മിനിമൈസ് ദ റിസ്ക് ഓഫ് ഇൻട്രൊഡ്യൂസിങ് പാത്തോജൻസ് ഇൻ ടു ദ ടെറിട്ടറി ഓഫ് ദി ഇമ്പോർട്ടിംഗ് കൺട്രി ആൻഡ് ട്രാൻസ്മിഷൻ ടു സസെപ്റ്റബിൾ സ്പീഷീസ്. അതായത് ക്വാറൻറ്റൈൻ്റെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് ടു മിനിമൈസ് ദ റിസ്ക് ഓഫ് ഇൻട്രൊഡ്യൂസിങ് പാത്തോജൻസ് ഇൻ ടു ദ ടെറിട്ടറി ഓഫ് ഇമ്പോർട്ടിംഗ് കൺട്രി. അതായത് ഈ ഫിഷസും അക്വാട്ടിക് അനിമൽസിനെയൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന കൺട്രിയിൽ ഈ പാത്തോജൻസിൻ്റെയൊക്കെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് മെയിനായിട്ടും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടിംഗ് കൺട്രിയിൽ എന്തെങ്കിലും ഒരു ട്രാൻസ്മിറ്റഡ് ഡിസീസ് അക്വാട്ടിക് അനിമൽസിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് ട്രാൻസ് ബൗണ്ടറി കടന്ന് മറ്റ് കൺട്രീസിൽ പോവാതെ അങ്ങനെ ഒരു ഐസൊലേഷനിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ക്വാറൻറ്റൈൻ ചെയ്യുന്നത്. ഓക്കെ, ക്വാറൻറ്റൈൻ എന്ന് പറയുമ്പോൾ ടു പ്രിവെൻറ്റ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് പൊട്ടൻഷ്യലി ഹാംഫുൾ അക്വാട്ടിക് അനിമൽസ് ഫസ്റ്റ് ഓർ ഫെല്ലോ ട്രാവൽസ് ദാറ്റ് ഹാവ് നോട്ട് ബീൻ അപ്രൂവ്ഡ് ഫോർ ഇൻട്രൊഡക്ഷൻ. ക്വാറൻറ്റൈൻ എന്ന് പറയുന്നത് മറ്റൊരു കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ പ്രിവെൻഷൻ ഓഫ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് പൊട്ടൻഷ്യലി ഹാംഫുൾ ആയിട്ടുള്ള ഓർഗാനിസംസ് കാണും. മേ ബി അതൊരു പെസ്റ്റ് ആവാം. അതിന് നമ്മൾ ഫെല്ലോ ട്രാവലേഴ്സ് എന്നാണ് പറയുന്നത്. ഈ പെസ്റ്റുകളെ മറ്റ് കൺട്രീസിൽ അല്ലെങ്കിൽ മറ്റുള്ള അക്വാട്ടിക് അനിമൽസിനെ ബാധിക്കാതെ മാറ്റി വെക്കുന്നതിന്, ഐസൊലേഷനിലാക്കുന്നതിനാണ് നമ്മൾ ക്വാറൻറ്റൈൻ എന്ന് പറയുന്നത്. അറ്റ് ദ സബ് നാഷണൽ ലെവൽ ക്വാറൻറ്റൈൻ ക്യാൻ similarly be applied by states to prevent the spread of pathogens between different river systems, watersheds, islands, disease zones or political units. അപ്പോൾ ഇതെല്ലാം പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ക്വാറൻറ്റൈൻ എന്ന് പറയുന്നത് എന്തെങ്കിലും പാത്തോജൻ, അതായത് എന്തെങ്കിലും ഇറ്റ് ഈസ് ദ പ്രിവെൻഷൻ ഓഫ് സ്പ്രെഡ് ഓഫ് പാത്തോജൻസ് ആണ് അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളിപ്പം ഇമ്പോർട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഈ നമ്മളൊരു പാത്തോജൻ സ്പ്രെഡ് ചെയ്യാതിരിക്കാനോ, അതുപോലെ തന്നെ മറ്റുള്ള അക്വാട്ടിക് അനിമൽസിനെ ഇതിൽ നിന്ന് മാറ്റി നിർത്താനോ ഒക്കെ വേണ്ടി ചെയ്യുന്ന പ്രൊസീജിയേഴ്സിനെയാണ് നമ്മൾ ക്വാറൻറ്റൈൻ എന്ന് പറയുന്നത്. ദ കമ്പോണൻസ് ഓഫ് എ നാഷണൽ അക്വാട്ടിക് അനിമൽ ഹെൽത്ത് സ്ട്രാറ്റജി എന്തൊക്കെയാണെന്ന് നോക്കാം. നാഷണൽ അക്വാട്ടിക് അനിമൽ ഹെൽത്ത് സ്ട്രാറ്റജിയിലെ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നാഷണൽ പാത്തോജൻ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കിക്കണം. നമ്മുടെ രാജ്യത്ത് ഏതെല്ലാം പാത്തോജൻസ് ഉണ്ട്, ഇതുവരെ ഏതൊക്കെ ഡിസ്കവർ ആയിട്ടുണ്ട്, എക്സ്പ്രസ്ഡ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കണം. ദെൻ ഡിസീസ് ഡയഗ്നോസിസ് ഉണ്ടായിരിക്കണം. ദെൻ ഹെൽത്ത് സർട്ടിഫിക്കേഷൻ ആൻഡ് ക്വാറൻറ്റൈൻ മെഷേഴ്സ് കാണണം. ദെൻ ഡിസീസ് സോണിംഗ് വേണം. ഡിസീസ് സർവലൻസ് ആൻഡ് റിപ്പോർട്ടിംഗ്, കണ്ടിജൻസി പ്ലാനിംഗ്, ദെൻ ഇമ്പോർട്ട് റിസ്ക് അനാലിസിസ്, നാഷണൽ സ്ട്രാറ്റജീസ് ആൻഡ് പോളിസി ഫ്രെയിംവർക്ക്സ്, നാഷണൽ ആൻഡ് റീജിയണൽ കപ്പാസിറ്റി ബിൽഡിംഗ്. ഇതൊക്കെയാണ് നമ്മളുടെ ഒരു നാഷണൽ അക്വാട്ടിക് അനിമൽ ഹെൽത്ത് സ്ട്രാറ്റജിയിൽ ഉണ്ടാവേണ്ട മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ്. ദെൻ ദ ബേസിക് റിക്വയർമെൻറ്റ് ഫോർ എഫക്റ്റീവ് ക്വാറൻറ്റൈൻ. ഒരു എഫക്റ്റീവ് ക്വാറൻറ്റൈൻ നടത്തണമെങ്കിൽ എന്തൊക്കെ ബേസിക് റിക്വയർമെൻറ്റ്സ് ആണ് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അഡ്വക്കേറ്റ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ അപ്രോപ്രിയേറ്റ് ടു ദ ലെവൽ ഓഫ് കണ്ടെയ്ൻമെൻറ്റ് റിക്വയർഡ്. അതായത് നല്ല അപ്രോപ്രിയേറ്റ് ഉള്ള ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് വേണം. ദെൻ എസ്റ്റാബ്ലിഷ്ഡ് ഓപ്പറേറ്റിംഗ് പ്രോട്ടോകോൾസ്, നല്ലൊരു വെൽ പ്ലാൻഡ് നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടൊരു ഓപ്പറേറ്റിംഗ് പ്രോട്ടോകോൾസ് വേണം. ദെൻ വെൽ ട്രെയിൻഡ് സ്റ്റാഫ്സ് വേണം. ഇതെല്ലാം തന്നെ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ആവശ്യമുണ്ട്. റിസ്ക് മാനേജ്മെൻറ്റ്സ് നോക്കാം. അപ്പോൾ ഈ ക്വാറൻറ്റൈന് മുന്നേ, അതായത് ഈ പാത്തോജൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റ് മെഷേഴ്സ് വെക്കും. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ഈ റിസ്ക് മാനേജ്മെൻറ്റ് മെഷേഴ്സ്. ഒന്നെന്ന് പറഞ്ഞാൽ പ്രീ ബോർഡർ മെഷേഴ്സും ഉണ്ട്, പോസ്റ്റ് ബോർഡർ മെഷേഴ്സും ഉണ്ട്. ഇത് മെയിനായിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതിന്
അതുപോലെ തന്നെ നമ്മളുടെ കൺട്രിയിൽ തന്നെയുള്ള സ്പീഷീസിലെ ക്വാറന്റൈനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന് പ്രീ ബോർഡർ മെഷേഴ്സും ഉണ്ട്, പോസ്റ്റ് ബോർഡർ മെഷേഴ്സും ഉണ്ട്. പ്രീ ബോർഡർ മെഷേഴ്സിൽ വരുന്നതാണ് സർട്ടിഫിക്കേഷൻ ഓഫ് പ്രൊഡക്ഷൻ സോഴ്സ്, യൂസ് ഓഫ് സ്പെസിഫിക് പാത്തജൻ ഫ്രീ സ്റ്റോക്സ്, അതായത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് വളരെ ഹൈലി കണ്ടജീസ് ആയിട്ടുള്ള പാത്തജൻസ് ഒക്കെ ആണെങ്കിൽ അത് ഫ്രീ ആയിട്ടുള്ള സ്റ്റോക്കുകൾ നമ്മൾ തയ്യാറാക്കണം. ദെൻ സോണിങ് വേണം. റെസ്ട്രിക്ഷൻ ഓൺ ലൈഫ് സൈക്കിൾ സ്റ്റേജസ്, അതായത് ഈ അഡൾട്ടുകളിലാണ് കൂടുതലായിട്ടും ഈ ഹൈലി കണ്ടാജിയസ് ആയിട്ടുള്ള ഡിസീസുകളൊക്കെ ബാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ലൈഫ് സൈക്കിൾ സ്റ്റേജ് അനുസരിച്ച് ഇപ്പം എഗ് സ്റ്റേജിലുള്ളവരെ നമ്മൾ അഡൽട്ട് സ്റ്റേജിലുള്ളവരുമായിട്ട് നല്ലതായിട്ട് ഐസൊലേറ്റ് ചെയ്ത് മാറ്റി പാർപ്പിക്കണം. അപ്പോൾ അതാണ് നമ്മൾ റെസ്ട്രിക്ഷൻ ഓഫ് ലൈഫ് സൈക്കിൾ സ്റ്റേജസ് എന്ന് പറഞ്ഞത്. ദെൻ ലിസ്റ്റ് ഓഫ് അപ്രൂവ്ഡ് സ്പീഷീസ്, ഏതൊക്കെ സ്പീഷീസാണ് അപ്രൂവ്ഡ് ആയിട്ടുള്ളത് എന്ന് നോക്കണം. ദെൻ അതായത് ഇമ്പോർട്ടിങ്ങിന് ഏതൊക്കെ സ്പീഷീസാണ് അപ്രൂവ്ഡ് ആയിട്ടുള്ളത് നോക്കണം. ഓൺ സൈറ്റ് ഇൻസ്പെക്ഷൻ ഓഫ് എക്സ്പോർട്ടിംഗ് ഫെസിലിറ്റീസ്, ഓൺ സൈറ്റ് ഇൻസ്പെക്ഷൻ വേണം. അതായത് എല്ലാം ഹെൽത്ത് മെഷേഴ്സൊക്കെ കറക്റ്റ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ദെൻ പ്രീ ബോർഡർ ക്വാറന്റൈൻ ആൻഡ് ടെമ്പററി ഹോൾഡിംഗ്, അതായത് എന്തെങ്കിലും ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാത്തജൻ അറ്റാക്ക് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള അക്വാട്ടിക് അനിമൽസിന് നമ്മൾ ക്വാറന്റൈൻ പീരീഡിൽ വെച്ചിട്ട് വേണം നമ്മൾ ഫർദർ പ്രോസസ്സൊക്കെ നടത്താൻ വേണ്ടിയിട്ട്. ദെൻ പ്രീ ഷിപ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റും വേണം. അപ്പോൾ ഇത്രയും തന്നെയാണ് നമ്മുടെ പ്രീ ബോർഡർ മെഷേഴ്സിലുള്ളത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം പ്രീ ബോർഡർ മെഷേഴ്സ് ഏതൊക്കെയാണെന്ന്. സർട്ടിഫിക്കേഷൻ ഓഫ് പ്രൊഡക്ഷൻ സോഴ്സ്, യൂസ് ഓഫ് സ്പെസിഫിക് പാത്തജൻ ഫ്രീ സ്റ്റോക്സ്, ദെൻ സോണിംഗ്, റെസ്ട്രിക്ഷൻ ഓൺ ലൈഫ് സൈക്കിൾ സ്റ്റേജസ്, ലിസ്റ്റ് ഓഫ് അപ്രൂവ്ഡ് സ്പീഷീസ്, ഓൺ സൈറ്റ് ഇൻസ്പെക്ഷൻ ഓഫ് എക്സ്പോർട്ടിംഗ് ഫെസിലിറ്റീസ്, then pre-border quarantine and temporary holding, then pre-shipment treatments. അടുത്തതെന്ന് പറഞ്ഞാൽ പോസ്റ്റ് ബോർഡർ മെഷേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് മെയിനായിട്ട് 3 ആണുള്ളത്. റെസ്ട്രിക്ഷൻ ഓൺ ഇനിഷ്യൽസ് യൂസ്, ദെൻ മോണിറ്ററിംഗ് പ്രോഗ്രാംസ് വേണം, കണ്ടിജൻസി പ്ലാനിങ് വേണം. ഇത് 3 പോസ്റ്റ് ബോർഡർ മെഷേഴ്സിൽ വരുന്നത്. റെസ്ട്രിക്ഷൻ ഓൺ ഇനിഷ്യൽ യൂസ്, ദെൻ മോണിറ്ററിംഗ് പ്രോഗ്രാംസ്, കണ്ടിജൻസി പ്ലാനിങ്. ഇനി പീരീഡ് ഓഫ് ക്വാറന്റൈൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നോക്കാം. ക്വാറന്റൈൻ പീരീഡ്, the quarantine period will vary depending on the time required to complete the health സ്ക്രീനിങ് പ്രൊസീജിയർ. അപ്പോൾ ക്വാറന്റൈൻ പീരീഡ് എന്ന് പറയുന്നത് വേരി ചെയ്യും. ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ ഹെൽത്ത് സിനാരിയോ പ്രൊസീജിയേഴ്സ്. ചില പാത്തജൻസിനാണെങ്കിൽ ഇത്രയും ദിവസം കാണും ഇൻക്യുബേഷൻ പീരീഡ്, അല്ലെ, അത് കഴിഞ്ഞിട്ട് അത് എക്സ്പ്രസ്ഡ് ആവത്തുള്ളൂ. അപ്പം എന്താണ് ഡിപ്പെൻഡിങ് ഓൺ ദി പാത്തജൻ, ഏത് പാത്തജനാണ് എന്നതിനെ അനുസരിച്ചാണ് നമ്മൾ ക്വാറന്റൈൻ പീരീഡ് ഫിക്സ് ചെയ്യുന്നത്. ഇൻ ഓൾ കേസസ് അനിമൽസ് ഷുഡ് ബി കെപ്റ്റ് അണ്ടർ ഒബ്സർവേഷൻ ഇൻ ദ ക്വാറന്റൈൻ ഫെസിലിറ്റി അണ്ടിൽ ഓൾ ദ ടെസ്റ്റ്സ് ആർ കംപ്ലീറ്റഡ്. ഇനി ഏത് കേസിലാണെങ്കിലും ഈ ക്വാറന്റൈൻ്റെ ഒബ്സർവേഷൻ പീരീഡ് കംപ്ലീറ്റ് ആവുന്നവരെ ക്വാറന്റൈൻ ഫെസിലിറ്റിയിൽ നമ്മൾ ഇവരെ ഐസൊലേഷനിൽ തന്നെ വെച്ചിരിക്കണം. Then location of quarantine facilities നോക്കാം. The area designed for broodstock quarantine should be completely isolated from the rest of the maturation and hatchery facilities. അതായത് broodstock quarantine എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റോക്കിനായിട്ട് ബ്രീഡിങ്ങിൻ്റെ സ്റ്റോക്കായിട്ട് യൂസ് ചെയ്യുന്ന അക്വാട്ടിക് അനിമൽസിനെ എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അഡൾട്ട് അല്ലെങ്കിൽ മെച്ചുറേഷനിൽ എത്തിയിട്ടുള്ള ഫെസിലിറ്റീസുമായിട്ട് നമ്മൾ ഒരുപാട് മെച്ചുറേഷൻ എത്തിയിട്ടുള്ള അനിമൽസുമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഫെസിലിറ്റീസുമായിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ആയിട്ട് വേണം നമ്മൾ വെച്ചിരിക്കാനായിട്ട്. സിൻസ് ഇറ്റ് ഈസ് ആൻ ഏരിയ ഹാവിങ് എ ഹൈ റിസ്ക് ഓഫ് ഡിസീസ് ട്രാൻസ്മിഷൻ, അതായത് ഈ മെച്ചുറേഷനിലും ഹാച്ചറിയിലും ഒക്കെ ഉള്ള അനിമൽസ് എന്ന് പറയുമ്പോൾ ഹൈ റിസ്ക് ഓഫ് എന്തായിരിക്കും, ഡിസീസ് ട്രാൻസ്മിഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. Then isolation includes the spatial separation of the buildings as well as the separation of water and air lines. അതായത് നമ്മൾ ബിൽഡിംഗ് ഐസൊലേഷൻ എന്ന് പറയുമ്പോൾ ഇവർ തമ്മിലുള്ള രണ്ട് സെപ്പറേറ്റ് ബിൽഡിങ്ങിൽ എന്താണ് കീപ്പ് ചെയ്യുന്നത് മാത്രമല്ല, ഇവർക്ക് കൊടുക്കുന്ന വാട്ടർ അതുപോലെ എയർലൈൻസ് ഇതെല്ലാം തന്നെ എന്തായിരിക്കണം, ഐസൊലേഷൻ ആയിരിക്കണം. അതായത് ഈ രണ്ട് ബിൽഡിങ്ങിലേക്ക് ഉള്ള വാട്ടർ സപ്ലൈ ഒരിക്കലും ഒരു പൈപ്പ് ലൈനിൽ നിന്ന് ആവരുത്. അങ്ങനെ തന്നെ നല്ല ഐസൊലേഷനിൽ വേണം ഇവർ തമ്മിൽ മാറ്റാനായിട്ട്. Then standards of operation കൂടെ നോക്കാം. Entrance to the quarantine area should be restricted to the personnel assigned to work exclusively in this area. അതായത് ക്വാറന്റൈനിലേക്ക് ഏരിയയിലുള്ള എൻട്രൻസ് എന്ന് പറയുന്നത് വളരെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആയിരിക്കണം. അതായത് പർട്ടിക്കുലർ ട്രെയിൻഡ് ആയിട്ടുള്ള അസൈൻഡ് പേഴ്സണൽസിനെ മാത്രമേ അവിടെ കടത്തിവിടാവൂ. Then quarantine staff should enter through a dressing room where they remove their street clothes and take a shower before entering a second dressing room to put on working clothes and boots. അതായത് വെളിയിൽ നിന്നൊക്കെ വരുന്ന ക്വാറന്റൈൻ സ്റ്റാഫുകളാണെങ്കിൽ അവരുടെ ഡ്രസ്സസ് ചേഞ്ച് ചെയ്തിട്ട്
ഷവർ ചെയ്യണം. അതായത് നമ്മുടെ സെക്കൻഡ് ഡ്രസ്സിങ് റൂമിൽ എത്തുന്നതിന് മുന്നേ അവർ ഷവർ ചെയ്യണം. അതിനുശേഷം മാത്രമേ അവരുടെ വർക്കിംഗ് ക്ലോത്ത്സൊക്കെ അവർ വിയറിനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ. അറ്റ് ദ എൻഡ് ഓഫ് ദി വർക്കിംഗ് ഷിഫ്റ്റ് ദ സീക്വൻസ് ഈസ് റിവേഴ്സ്ഡ്. അതായത് വർക്കിംഗ് ഷിഫ്റ്റ് കഴിയുമ്പോഴത്തേക്ക് ഈ സീക്വൻസ് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് ആദ്യമേ പോയ ആൾ വേണം പിന്നെയും സൈക്കിൾ ഫസ്റ്റ് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാതെ ഒരാൾക്ക് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഷിഫ്റ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കരുത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്താണ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഓപ്പറേഷനിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത്രയാണ് ക്വാറന്റൈനെ പറ്റി നമ്മൾ അക്വാട്ടിക് അനിമൽസ് ആയാലും ഫിഷസിൻ്റെ ആയാലും ക്വാറന്റൈനെ പറ്റി പറയാനുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്നു. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ എന്തൊക്കെയാണ് പ്രീ ബോർഡർ മെഷേഴ്സ് ഏതൊക്കെയാണ്, വിച്ച് ഓഫ് ദി വൺ ഈസ് പ്രീ ബോർഡർ മെഷേഴ്സ് എന്ന് വെച്ച് വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ ക്വാറന്റൈൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം ഈ ഒരു ഏരിയയിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിൽ നമുക്ക് സ്റ്റോക്ക് അസസ്മെൻറ്റ് ആൻഡ് എന്താണ് എക്കണോമിക്സ് കുറച്ച് പോർഷൻസ് നമുക്ക് അടുത്ത സെക്ഷനിൽ നോക്കാം. അപ്പോൾ അതുവരെ നമുക്ക് ബൈ.